നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ടൂറിസം പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വാഹനം ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരനെ പരിക്കുപറ്റി എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. നെയ്യാർ സ്വദേശിയായിട്ടുള്ള ശശീന്ദ്രനാണ് ഇപ്പോൾ മന്ത്രിയുടെ വാഹനം ഇടിച്ച് പരിക്കേറ്റിരിക്കുന്നത്. ഇന്നലെയാണ് ഈ ഒരു അപകടം നടന്നിട്ടുള്ളത്. തൂങ്ങാമ്പാറ ഇക്കോ ടൂറിസം നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വാഹനം തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നു. ആ സമയത്തായിരുന്നു ശശീന്ദ്രന്റെ സ്കൂട്ടറിൽ ഇടിച്ചത്. മന്ത്രിയുടെ വാഹനത്തിന്റെ അതേ ദിശയിലാണ് ശശീന്ദ്രനും സഞ്ചരിച്ചിരുന്നത്. ഇതേ ദിശയിലായിരുന്നു ശശീന്ദ്രന്റെ ആക്റ്റീവ സ്കൂട്ടർ സഞ്ചരിച്ചിരുന്നത്. ഇതായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വാഹനത്തിൽ ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ശശീന്ദ്രന് തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. ശശീന്ദ്രനെ മന്ത്രിയുടെ പൈലറ്റ് വാഹനത്തിലെ പോലീസുകാർ തന്നെയാണ് തച്ചൂട്ടുകാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പ്രാഥമിക ചികിത്സകളെല്ലാം നൽകിയ ശേഷം പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയതായി പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും മന്ത്രിയുടെ കൂടെ എപ്പോഴും ഒരു പൈലറ്റ് വാഹനം ഉണ്ടാകാറുണ്ട്. ഏതായാലും ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഗുരുതരമായ പരിക്കല്ല, നിസ്സാര പരിക്കാണ്. ഉടൻ തന്നെ ശശീന്ദ്രനെ അവിടെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു. മന്ത്രിയുടെ പൈലറ്റ് വാഹനത്തിലുണ്ടായിരുന്ന പോലീസുകാർ തന്നെയാണ് എത്തിച്ചത്. പരിക്ക് ഗുരുതരമല്ല എന്നാണ് അറിയാൻ സാധിച്ചത്. ഏതായാലും ഇതിനെക്കുറിച്ച് പിന്നീട് മന്ത്രി ഒന്നും പ്രതികരിച്ചിട്ടില്ല. മന്ത്രിക്കും പരിക്കുകളൊന്നുമില്ല എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ളത്. മന്ത്രിമാരുടെ വാഹനങ്ങൾ ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. മുൻപ് ഇത്തരത്തിൽ മന്ത്രിമാരുടെ പൈലറ്റ് വാഹനവും അതുപോലെ തന്നെ മന്ത്രിമാരുടെ വാഹനവും പലപ്പോഴും കൂട്ടിയിടിക്കാറുണ്ട്. അത്തരത്തിലുള്ള അപകട വാർത്തകളും റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. ഏതായാലും മുഖ്യമന്ത്രിയുടെ വാഹനമെല്ലാം പോകുന്ന സമയത്ത് നമുക്കറിയാം, അവിടെ ട്രാഫിക് ഒക്കെ മാറ്റി നിർത്തി ആളുകളെയൊക്കെ വഴിയിൽ നിന്ന് ഒഴിപ്പിച്ച് ഒരു 10-15 മിനിറ്റ് നേരത്തേക്ക് മുഖ്യമന്ത്രി കടന്നു പോകുന്ന നിമിഷ നേരത്തേക്ക് എല്ലാം തന്നെ വാഹനം എല്ലാം അവിടെ പിടിച്ചിടുന്ന ഒരു കാഴ്ച നമ്മൾ കാണാറുണ്ട്. മാത്രമല്ല മറ്റു മന്ത്രിമാരെ പോലെയല്ല മുഖ്യമന്ത്രിയുടെ വാഹനത്തിനൊപ്പം പൈലറ്റ് വാഹനങ്ങളും കൂടുതലായിരിക്കും. ഏതായാലും ഇപ്പോൾ ഈ ഒരു അപകടത്തിൽ നിസ്സാരമായ പരിക്കാണ് യാത്രക്കാരനെ പറ്റിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. അതേസമയം കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ മന്ത്രി മുഹമ്മദ് റിയാസ് കേന്ദ്രത്തിനെതിരെ വലിയ വിമർശനമൊക്കെയാണ് ഉന്നയിച്ചുകൊണ്ട് രംഗത്തുള്ളത്. കേന്ദ്ര ബജറ്റിനെതിരായിട്ടായിരുന്നു പ്രധാനമായി അദ്ദേഹം വിമർശനം ഉന്നയിച്ചത്. കേരളത്തിലടക്കം ഒന്നും വകവരുത്തിയില്ല, കേരളത്തെ വകവരുത്തുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ബജറ്റ് എന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ബജറ്റ് പ്രഖ്യാപിച്ചതിന് ശേഷം ഫേസ്ബുക്കിലടക്കം കുറിച്ചത്. ബജറ്റ് അവതരണത്തിന് പിന്നാലെ നിരവധി പേരാണ് ബജറ്റിനെ വിമർശിച്ചും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ദേശീയ ബജറ്റിൽ പൊതുസ്വഭാവം പോലും ഇല്ലാതാക്കിയെന്നാണ് NK പ്രേമചന്ദ്രൻ MP പറഞ്ഞിട്ടുള്ളത്. കൂടാതെ മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക്, അതായത് ഈ ബീഹാർ, ആന്ധ്ര സംസ്ഥാനങ്ങൾക്കൊക്കെ വാരിക്കോരി നൽകി. പക്ഷെ കേരളത്തിനെ പരിഗണിച്ചത് പോലും ഇല്ല എന്നാണ് കേരളത്തിലുള്ള ചില വിഭാഗം ഉയർത്തുന്ന വലിയ രീതിയിലുള്ള പരാമർശം. മാത്രമല്ല കേരളത്തിൽ BJP അധ്യക്ഷനായിട്ടുള്ള K സുരേന്ദ്രനും മന്ത്രി മുഹമ്മദ് റിയാസും തമ്മിൽ ഒരു വാക്പോരും നടന്നിട്ടുണ്ടായിരുന്നു. കേന്ദ്ര ബജറ്റിന് ന്യായീകരിച്ച് രംഗത്തെത്തിയ സുരേന്ദ്രൻ കേരളത്തെ അവഗണിച്ചിട്ടില്ലെന്നാണ് അഭിപ്രായപ്പെട്ടത്. അതിനിടെയായിരുന്നു റിയാസിന് നേരെ അധിക്ഷേപ പരാമർശം സുരേന്ദ്രൻ തൊടുത്തുവിട്ടത്. കേരളം വെറുമൊരു രാജ്യമായി കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ് മുഹമ്മദ് റിയാസ് എന്നായിരുന്നു വാർത്താ സമ്മേളനത്തിനിടെ സുരേന്ദ്രൻ പറഞ്ഞത്. എന്നാൽ സുരേന്ദ്രന്റെ ഈ ഒരു പരാമർശത്തിന് പിന്നാലെ മറുപടിയായിട്ട് മന്ത്രി മുഹമ്മദ് റിയാസ് രംഗത്തെത്തിയിരുന്നു. മാലിന്യം നിറഞ്ഞ മനസ്സാണ് സുരേന്ദ്രൻ എന്നായിരുന്നു റിയാസിന്റെ പ്രതികരണം. സുരേന്ദ്രന്റേത് നിലവാരം കുറഞ്ഞ മറുപടിയാണെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നീടാണ്, അതിനുശേഷമാണ് കേന്ദ്ര ബജറ്റിന് അതിശക്തമായ ഭാഷയിൽ മുഹമ്മദ് റിയാസ് വിമർശനം ഉന്നയിച്ചത്.